വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഏവർക്കും മെൻറ്റർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കേട്ടറ്റ് പരീക്ഷ അടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കേട്ടറ്റ് പരീക്ഷയ്ക്കുള്ള പേപ്പർ 1 അത് ചർച്ച ചെയ്യുകയാണ്. അതിൻ്റെ പാർട്ട് 1 ആണ്. ആദ്യം തന്നെ പറയട്ടെ, ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നമ്മളിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതിന് മുറക്ക് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഈ ഒരു പേപ്പറിൽ ചർച്ച ചെയ്യേണ്ട വിഷയം അല്ലെങ്കിൽ നമ്മോട് പഠിക്കാൻ പറഞ്ഞിട്ടുള്ള വിഷയം ഒന്ന് അഡോൾസെൻ്റ് സൈക്കോളജിയാണ്. രണ്ടാമത്തത് തിയറീസ് ഓഫ് ലേണിംഗ്. മൂന്നാമത്തത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. അപ്പോൾ ഇത് മൂന്നും നമ്മൾ ചർച്ച ചെയ്യും. ഒരിക്കൽ കൂടി പറയട്ടെ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു പേനയും നോട്ട്ബുക്കും കൂടി എടുത്തു വെച്ചാൽ നിങ്ങൾക്ക് നോട്ട് എഴുതുകയും ചെയ്യാം. നിങ്ങൾക്ക് PSC പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുകയും ചെയ്യും. ഓക്കെ, അഡോൾസെൻ്റ് സൈക്കോളജി. അതിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഒന്ന് അഡോൾസെൻസ്, നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ മെത്തേഡ്സ് ഓഫ് സ്റ്റഡിങ് അഡോൾസെൻസ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെൻറ്റ്, റോൾ ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ് ഓൺ ഡെവലപ്മെൻറ്റ്, ഡെവലപ്മെൻറ്റൽ നീഡ്സ്, സൈക്കോളജിക്കൽ, ഇൻ്റലക്ച്വൽ, ലാംഗ്വേജ്, ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റൽ ടാസ്ക്. ഈ കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് ഈ അഡോൾസെൻ്റ് സൈക്കോളജിയിലെ ഒന്നാമത്തെ ഭാഗമായിട്ട് വരുന്നത്. ഈ കാര്യങ്ങളാണ് ഇന്ന് നമ്മളിവിടെ ഈ ഒരു പാർട്ടിൽ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് പ്രോബ്ലംസ് ഓഫ് അഡോൾസെൻസ് ഇതിൽ തന്നെ വരുന്നതാണ്. ദെൻ ഡെവലപ്മെൻറ്റൽ തിയറീസ്, ഇതും ഇതിൽ തന്നെ വരുന്നതാണ്. അത് നമ്മൾ ചർച്ച ചെയ്യും. ഒരിക്കൽ കൂടി പറയട്ടെ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് മുടക്കില്ലാതെ വീഡിയോകൾ കിട്ടിക്കൊണ്ടേ ഇരിക്കും. ഓക്കെ, ഇനി ഡെഫിനിഷൻസ് ഓഫ് അഡോൾസെൻസിൻ്റെ നിർവചനങ്ങൾ എന്തൊക്കെയാണ്? അഡോൾസെൻസ് ഈസ് ദ പീരീഡ് ഓഫ് ട്രാൻസിഷൻ ഫ്രം ചൈൽഡ്ഹുഡ് ടു അഡൾട്ട്ഹുഡ്. ഇറ്റ് ജനറലി കവേഴ്സ് ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 12 to 18 years. അപ്പോൾ അഡോൾസെൻസ് എന്ന് പറഞ്ഞാൽ അതൊരു പീരീഡാണ്, ഒരു മാറ്റത്തിൻ്റെ പീരീഡാണ്. ഫ്രം ചൈൽഡ്ഹുഡ് ടു അഡൾട്ട്ഹുഡ്, അല്ലെ, ശൈശവത്തിൽ നിന്ന് ഒരു കൗമാരത്തിലേക്കുള്ള ഒരു മാറ്റത്തിൻ്റെ പീരീഡാണ്. ഇറ്റ് ജനറലി കവേഴ്സ് ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 12 to 18, അല്ലെ, 12 മുതൽ 18 വയസ്സ് വരെയുള്ള ഏജുള്ള ആളുകളെയാണ് ഇത് പറയുന്നത്. ഓക്കെ, അഡോൾസെൻസ് മറ്റൊന്ന് 12 to 19 അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. ഇസ് ദ പീരീഡ് ഫ്രം ദ ഓൺസെറ്റ് പുബേർട്ടി ടു ദ സ്റ്റേജ് ഓഫ് മെച്യൂരിറ്റി, അല്ലെ, പുബേർട്ടി മുതൽ മെച്യൂരിറ്റി വരെയുള്ള ആ ഒരു കാലയളവ്. ഇനി ഇറ്റ് ഈസ് ദ പീരീഡ് ഓഫ് റാപ്പിഡ് ഫിസിക്കൽ ആൻഡ് ബയോളജിക്കൽ ചേഞ്ചസ് വിച്ച് മേ ലീഡ് ടു കൺഫ്യൂഷൻസ്, ടെൻഷൻസ്, ഫ്രസ്ട്രേഷൻ ആൻഡ് ഫീലിങ്സ് ഓഫ് ഇൻസെക്യൂരിറ്റി. ഇതെന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് എ പീരീഡ് ഓഫ് റാപ്പിഡ് ആൻഡ് പെട്ടെന്നുള്ള മാറ്റങ്ങൾ, ഫിസിക്കൽ ആൻഡ് ബയോളജിക്കൽ ചേഞ്ചസ്. ഒരു കുട്ടിയിൽ ഫിസിക്കലി ആയിട്ടും ബയോളജിക്കലി ആയിട്ടും പല വിധത്തിലുള്ള ചേഞ്ചസ് വരുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. അവന് കൺഫ്യൂഷൻസ് ഉണ്ടാവും, ടെൻഷൻസ് ഉണ്ടാകും, ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവും, ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ്, അതുപോലെ തന്നെ ഇൻസെക്യൂരിറ്റിയുടെ ഫീലിങ്സൊക്കെ അവനക്ക് എന്ത് ചെയ്യാം, നേരിടാം. ഓക്കെ, അടുത്ത ഒരു ഡെഫിനിഷൻസ്, ഇത് സ്റ്റാൻലി ഹാൾ പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. ദ പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, സ്ട്രെസ്സിൻ്റെയും സ്ട്രെയിനിൻ്റെയും സ്റ്റോമിൻ്റെയും സ്ട്രൈഫിൻ്റെയും ഒക്കെ ഒരു പീരീഡായിട്ടാണ് സ്റ്റാൻലി ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അഡോൾസെൻസിൻ്റെ ഡെഫിനിഷനാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഇനി നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ സ്വഭാവം എങ്ങനെയാണ്, നേച്ചർ എങ്ങനെയാണ് നോക്കുക. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെൻറ്റ്, അതിലുണ്ടാകുന്ന ഒന്നാണ് ഫിസിക്കലി ആയിട്ട് ഉള്ള ഡെവലപ്മെൻറ്റ്. ഒന്ന് അഡോൾസെൻറ്റ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഈസ് വെരി റാപ്പിഡ്. അഡോൾസെൻസിൽ ഫിസിക്കൽ ചേഞ്ചസ് വളരെ പെട്ടെന്നായിരിക്കും നടക്കുക. ഇനി സഡൻ ഇൻക്രീസ് ഇൻ ഹൈറ്റ്, വെയ്റ്റ് ആൻഡ് ബോഡി സൈസും അതുപോലെ തന്നെ വെയ്റ്റും ഹൈറ്റും ഒക്കെ ഇൻക്രീസ് ചെയ്യും. ബോഡി അറ്റൈൻസ് ഫൈനൽ ഷേപ്പ് ആൻഡ് സ്ട്രക്ചർ, ഒരു
യുവത്വത്തിലേക്ക് കടക്കുന്നതിന് മുന്നേയുള്ള ഒരു കാലഘട്ടമാണല്ലോ. അപ്പോൾ അവൻ്റെ ഒരു ഫൈനൽ ഷേപ്പിലേക്ക്, ഒരു സ്ട്രക്ചറിലേക്ക് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ആ ഒരു ബോഡി മാറും. ആംസ് ആൻഡ് ലെഗ്സ് റീച്ച് ഫൈനൽ ലെങ്ത്. അതുപോലെ തന്നെ അവൻ്റെ ആംസും ലെഗും ഒക്കെ ഫൈനൽ ലെങ്ത്തിലേക്ക് എത്തും. ബോൺസ് ആൻഡ് മസിൽസ് ഗ്രോ ടു മാക്സിമം സൈസ്. ഇതൊന്നും മലയാളം പറയേണ്ട ആവശ്യമില്ല. മോട്ടോർ ആക്ടിവിറ്റി ആൻഡ് ഫിസിക്കൽ കപ്പാസിറ്റി ഇൻക്രീസ്. ഓക്കെ, അടുത്തത് സെക്സ് റിലേറ്റഡ് ഫിസിക്കൽ ചേഞ്ച് അല്ലേ. സെക്സ് റിലേറ്റഡ് ആയിട്ടും മാറ്റങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, ചേഞ്ച് ഇൻ ദ വോയിസ് ഇൻ ബോയ്സ് ആൻഡ് ഗേൾസ്. ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും സൗണ്ടുകൾ അത് ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, ഇനി ബോയ്സ് വോയിസ് ഡീപ്നെസ്, ഗേൾസ് വോയിസ് ബിക്കം ഷ്രിൽ അല്ലെ. വളരെ ഗാംഭീര്യമുള്ള സൗണ്ടായിട്ട് ബോയ്സിൻ്റെത് മാറും. അതുപോലെ തന്നെ ഗേൾസിൻ്റെത് ഒരു ചെറുതായിട്ടുള്ള സൗണ്ടായിട്ട് മാറും. അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത്സ് ഓൺ ഫേസ് ആൻഡ് ലിംസ്. ബോയ്സ്, ഒരു ആൺകുട്ടിയുടെ മുഖത്തും അതുപോലെ തന്നെ അവൻ്റെ മീശയൊക്കെ എന്ത് ചെയ്യും, വളരും. അതുപോലെ തന്നെ സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്യും, അവൻ്റെ രോമങ്ങൾ വളരും. ഇനി ജെനിറ്റൽ ഓർഗാൻസ് മെച്യൂർ ആൻഡ് ഇൻക്രീസ് ഇൻ സൈസ്. ജനതിക ഒക്കെ എന്ത് ചെയ്യും, സൈസൊക്കെ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഗേൾസിന് മെൻസസിൻ്റെ പീരീഡ് ആവുകയും ചെയ്യും. ഇതൊക്കെയാണ് ഇതിൻ്റെ സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഫിസിക്കൽ ചേഞ്ചസ്. ഓക്കെ, ഇനി ഇമോഷണൽ ഡെവലപ്മെൻറ്റ് എന്തൊക്കെയാണ്? ഇമോഷണൽ ഡെവലപ്മെൻറ്റ് റീച്ച് ഇറ്റ്സ് ഫൈനൽ സ്റ്റേജ്. ഇമോഷണൽ ഡെവലപ്മെൻറ്റ് അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തും. ഇറ്റ് ഈസ് ദ പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ഇമോഷൻസ് ബിക്കം ഇൻറ്റൻസ്, ഫിയർ, ലവ്, ആങ്കർ, ആൻസൈറ്റി, ഇതൊക്കെ എന്ത് ചെയ്യും, ഇതിൽ വരും. ഇൻസ്റ്റെബിലിറ്റി ആൻഡ് ഫ്രീക്വൻറ്റ് മൂഡ് ചേഞ്ചസ്, സ്ട്രോങ് സെൽഫ് കോൺഷ്യസ്, അതുപോലെ തന്നെ സെൽഫ് റെസ്പെക്റ്റ് ആൻഡ് പേഴ്സണൽ പ്രൈഡ്, ഇതൊക്കെ എന്ത് ചെയ്യും, അവർക്ക് വരും. ഫീലിംഗ് ആൻഡ് റിയാക്ഷൻ ആർ സ്ട്രോങ് ആൻഡ് വിഗോസ്. ഓക്കെ, അടുത്തത് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്, ബുദ്ധിപരമായിട്ടുള്ള വളർച്ച. ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് ദ റീച്ച് ഇറ്റ്സ് ക്ലൈമാക്സ്. അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തും. ക്രിട്ടിക്കൽ ആൻഡ് ലോജിക്കൽ ആൻഡ് അബ്സ്ട്രാക്ട് തിങ്കിങ് ഡെവലപ്മെൻറ്റ്. നിരൂപണവും അതുപോലെ തന്നെ ലോജിക്കായിട്ടും അബ്സ്ട്രാക്റ്റ് ആയിട്ടും ഒരു കാര്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ അവന് വരും. സ്പാൻ ഓഫ് കോൺസെൻട്രേഷൻ വൈഡ്നെസ്, അവൻ്റെ കോൺസെൻട്രേഷൻ വൈഡായിട്ട് അവൻ ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഡെപ്ത് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിൻ്റെ ഡെപ്ത് അത് കൂടും. മെമ്മറി ബിക്കം ഷാർപ്നർ ആൻഡ് എഫിഷ്യൻറ്റ്, വളരെ നല്ല മെമ്മറിയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അവർക്ക് വരും. പ്രോബ്ലം സോൾവിങ് എബിലിറ്റി ആൻഡ് ഇൻട്രസ്റ്റ് വൈഡൻ. അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ്, ഒരു പ്രശ്ന പരിഹാരം അവർക്ക് ഉണ്ടാവുകയും ചെയ്യും. ഇനി സോഷ്യൽ ആൻഡ് മോറൽ ഡെവലപ്മെൻറ്റ്, ഇതെന്തൊക്കെയാണ്? പിയർ ഗ്രൂപ്പ്, ഇൻക്രീസ് ഇൻഫ്ലുവൻസ് ഓഫ് പിയർ ഗ്രൂപ്പ് ഓൺ ബിഹേവിയർ. അവൻ്റെ പിയർ ഗ്രൂപ്പ്, അവൻ്റെ കൂട്ടുകാർ, അത് നന്നായി സ്വാധീനം അവനിൽ ഉണ്ടാക്കും. സ്ട്രോങ് നീഡ് ഫോർ അക്സെപ്റ്റൻസ്, ലോയാലിറ്റി ആൻഡ് സോഷ്യൽ അപ്രൂവൽ അല്ലേ. അവനെ അംഗീകരിക്കുവാനും അതുപോലെ തന്നെ അവൻ്റെ സോഷ്യൽ അപ്രൂവൽ, ഒരു സാമൂഹികമായിട്ടുള്ള ഒരു അപ്രൂവ് അവനക്ക് ലഭിക്കാൻ, സ്വീകാര്യത ലഭിക്കാനുള്ള കാര്യങ്ങൾ അവൻ ചെയ്യും. ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യൽ സെൻസ് ആൻഡ് കൺസേൺ ഫോർ സോഷ്യൽ നോംസ്. സോഷ്യൽ നോംസുകൾ ഒക്കെ അവൻ എന്ത് ചെയ്യും, അത് അംഗീകരിക്കും. ഇനി ഇൻഡിപെൻഡൻസ് ആൻഡ് എക്സ്പ്രഷൻസ് ഓഫ് ഓൺ ഒപ്പീനിയൻസ്, തൻ്റെ സ്വന്തം അഭിപ്രായങ്ങൾ അവൻ എന്ത് ചെയ്യും, സ്വതന്ത്രമായിട്ട് അവിടെ ഡിസയർ ചെയ്യും. ഗ്രോത്ത് ഓഫ് കോർപ്പറേഷൻ, സോഷ്യൽ സർവീസ് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഒരുപാട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റികൾ, ഉത്തരവാദിത്തങ്ങൾ അവനുണ്ടാകും. സോഷ്യൽ സർവീസുകൾ അവൻ ചെയ്യും, കോർപ്പറേഷനുകൾ അവനുണ്ടാകും. മോറൽ കൺസെപ്റ്റ് ആർ എക്സാമിൻഡ് ആൻഡ് സെൻസ് ഓഫ് റൈറ്റ് ഓർ റോങ് ഡെവലപ്മെൻറ്റ്. നല്ലത് ഏതാണ്, ചീത്ത ഏതാണ്, റൈറ്റ് ഏത്, റോങ് ഏത് എന്നവൻ എന്ത് ചെയ്യും, മനസ്സിലാക്കുകയും ചെയ്യും. ഇനി മെത്തേഡ്സ് ഓഫ് സ്റ്റഡിങ് അഡോൾസെൻസ്. ഈ അഡോൾസെൻസ് ഏജിനെ പഠിക്കാനുള്ള മെത്തേഡുകൾ എന്തൊക്കെയാണ് നോക്കുക. ഒന്ന് ഒബ്സർവേഷൻ മെത്തേഡ്, നിരീക്ഷണ രീതിയാണ് ഒബ്സർവേഷൻ മെത്തേഡ് അല്ലേ. സ്കൂള്, വീട്, കൂട്ടുകാരുടെ ഇടയിൽ കൗമാരക്കാരുടെ പെരുമാറ്റം, വികാരങ്ങളും ശ്രദ്ധിച്ച് പഠിക്കുന്ന രീതി. ഓക്കെ, മറ്റൊന്ന് ഇൻ്റർവ്യൂ മെത്തേഡ്, അഭിമുഖ രീതി. കൗമാരക്കാരുമായി, ഈ അഡോൾസെൻ്റ് ഏജുമായി ബന്ധപ്പെട്ട്, ടീനേജേഴ്സുമായി ബന്ധപ്പെട്ട് നേരിട്ട് സംസാരിച്ച് അവരുടെ ചിന്തകളും ഇമോഷൻസും വികാരങ്ങളും പ്രശ്നങ്ങളും എന്നിവ മനസ്സിലാക്കുന്ന രീതിയെയാണ് ഇൻ്റർവ്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്തത് ക്വസ്റ്റ്യനെയർ ആണ്. ക്വസ്റ്റ്യനെയർ മെത്തേഡ്, ചോദ്യാവലി രീതി.
അല്ലെ, എഴുത്ത് പ്രകാരമുള്ള കുറച്ച് ചോദ്യങ്ങൾ നൽകുന്നതിലൂടെ ആ ഒരു ടീനേജിനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്ന രീതി. അടുത്തത് കേസ് സ്റ്റഡി മെത്തേഡാണ്. കേസ് സ്റ്റഡി മെത്തേഡ് ഒരു ടീനേജിൻകാരനെ വളരെ വിശദമായി പഠിച്ച് അവൻ്റെ പേഴ്സണാലിറ്റിയും അവൻ്റെ പ്രോബ്ലംസ്, പ്രശ്നങ്ങളും അവൻ്റെ ഡെവലപ്മെൻറ്റും മനസ്സിലാക്കുന്ന രീതിയാണ് കേസ് സ്റ്റഡി. ഓക്കെ. അടുത്തത് സൈക്കോളജിക്കൽ ടെസ്റ്റ്, മാനസിക പരിശോധനകൾ. ഒന്ന് അവൻ്റെ ബുദ്ധി, അതുപോലെ തന്നെ അവൻ്റെ വ്യക്തിത്വം, താല്പര്യങ്ങൾ, വികാരങ്ങൾ, ഇമോഷൻസ് എന്നിവ അളക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് പരീക്ഷകളെയാണ് അല്ലെങ്കിൽ പരീക്ഷണങ്ങളെയാണ് സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇനി സോഷ്യോമെട്രിക് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരുടെ ബന്ധങ്ങൾ, റിലേഷൻസ് ഓഫ് പിയർ ഗ്രൂപ്പ്സ്, അതിൻ്റെ സ്വീകരണം, നിഗാരണം, അതുപോലെ തന്നെ കൂട്ടത്തിലുള്ള സ്ഥാനം, അല്ലേ, ഒരുപാട് കൂട്ടത്തിൽ നിന്ന് ഈ കുട്ടിയുടെ സ്ഥാനം എന്താണ് എന്നൊക്കെ അറിയുന്നതിന് ആവിഷ്കരിച്ചിട്ടുള്ള ടെസ്റ്റാണ് സോഷ്യോമെട്രിക് ടെക്നിക്ക്. ഓക്കെ. ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെൻറ്റിൻ്റെ തത്വങ്ങൾ എന്തൊക്കെയാണ്, പ്രിൻസിപ്പിൾസ് എന്താണ്? ഒന്ന്, ഡെവലപ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഡെവലപ്മെൻറ്റ് എന്നത് വികസനം, അത് ഡെവലപ്മെൻറ്റ് തുടർച്ചയായ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രക്രിയ ആണ്. ഡെവലപ്മെൻറ്റ് ഫോളോസ് എ ഡെഫിനിറ്റ് സീക്വൻസ്, അല്ലെ, നിശ്ചിതമായ ഒരു ക്രമം അതിന് പിന്തുടരുന്നുണ്ട്. അപ്പോൾ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, അങ്ങനെ ഒരു ക്രമം അതിനെ പിന്തുടരുന്നുണ്ട്. ഓക്കെ. ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. പൊതുവായതിൽ നിന്ന്, ജനറലിൽ നിന്ന് സ്പെസിഫിക്കിലേക്കാണ് എന്ത് ചെയ്യുന്നത്. ഇപ്പോൾ ചെറുതാം എല്ലാവരും കുട്ടിയാണ്, പിന്നെ ആൺ പെൺ എന്നുള്ള വേർതിരിവ് കുട്ടികളിൽ ഉണ്ടാവുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ജനറൽ ടു സ്പെസിഫിക്, ഒരു പ്രത്യേകത തരത്തിലേക്ക് എന്ത് ചെയ്യുന്നവർ മാറുന്നു. ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ഫ്രം ഹെഡ് ടു ടോയ്. വികസനം തലയിൽ നിന്ന് കാലിലേക്കാണ്. അതായത് സിഫാലോകോഡൽ എന്നതിന് പറയാം. സിഫാലോകോഡൽ, ഹെഡ് തലയിൽ നിന്ന് കാലിലേക്ക്. ഓക്കെ, സിഫാലോകോഡൽ. ഇനി ഡെവലപ്മെൻറ്റ് പ്രൊസീഡ് ഫ്രം സെൻറ്റർ ടു പെരിഫറി, പ്രോക്സിമോ ഡിസ്റ്റൽ. അതായത് ഡെവലപ്മെൻറ്റ് എന്നത് ശരീരത്തിൻ്റെ കേന്ദ്രഭാഗത്ത് നിന്ന് തൻ്റെ പുറത്തേക്കാണ് ചെയ്യുന്നത്, അത് പോകുന്നത്. അടുത്തത് ഡെവലപ്മെൻറ്റ് ഈസ് എ ഇൻഡിവിജ്വൽ ആൻഡ് യുണീക്ക്. ഓരോ വ്യക്തിയുടെയും ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് വ്യത്യസ്തമാണ്, ഡിഫറൻ്റാണ്. ഓക്കെ. അതുപോലെ തന്നെ അത് യുണീക്കാണ്, സവിശേഷത ഉള്ളതുമാണ്. ഡെവലപ്മെൻറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹെറിഡിറ്റി ആൻഡ് എൻവോയ്മെൻറ്റ്. നമുക്ക് പഠിക്കാനുള്ളൊരു സാധനമാണ്. ഹെറിഡിറ്റിയെയും അതുപോലെ തന്നെ പാരമ്പര്യത്തെയും പരിസ്ഥിതിയെയും എൻവോയ്മെൻറ്റിനെയും തൻ്റെ ഡെവലപ്മെൻറ്റ് സ്വാധീനിക്കുന്നുണ്ട്. ഡെവലപ്മെൻറ്റ് ഇൻവോൾവ്സ് ഇൻ്റർഗ്രേഷൻ ഓഫ് എബിലിറ്റീസ്. ഡെവലപ്മെൻറ്റ് തൻ്റെ വിവിധ കഴിവുകളുടെ ഏകീകരണം ഉൾക്കൊള്ളുന്ന, എബിലിറ്റികൾ ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ്. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞു ഹെറിഡിറ്റി ആൻഡ് എൻവോയ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ റോള് എന്താണ് എന്ന്, റോൾ ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവോയ്മെൻറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഓക്കെ. ഹെറിഡിറ്റി പ്രൊവൈഡ്സ് ദ ബേസിക് പൊട്ടൻഷ്യൽ ഫോർ ഡെവലപ്മെൻറ്റ്. ഡെവലപ്മെൻറ്റിനുള്ള അടിസ്ഥാന ശേഷി എന്ത് ചെയ്യുന്നു, അടിസ്ഥാന ശേഷി എന്താണ് നൽകുന്നത്, ഹെറിഡിറ്റി, പാരമ്പര്യമാണ് നൽകുന്നത്. അടുത്തത് ഫിസിക്കൽ ട്രൈറ്റ്സ് ലൈക്ക് ഹൈറ്റ്, ബോഡി സ്ട്രക്ചർ ആൻഡ് ഐ കളർ ആർ ഇൻഹെറിറ്റേറ്റഡ്. അല്ലേ, ഇപ്പോൾ തൻ്റെ ഫിസിക്കലി ആയിട്ടുള്ള ഉയരം, ശരീരഘടന, കണ്ണിൻ്റെ നിറം, ശാരീരിക നിറങ്ങൾ ഒക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, വംശപരമ്പരയിലൂടെ, പാരമ്പര്യത്തിലൂടെയാണ് ലഭിക്കുന്നത്. ഇനി എൻവോയ്മെൻറ്റ് എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എൻവോയ്മെൻറ്റ് ഡിറ്റർമൈൻസ് ഹൗ ഹെറിഡിറ്റി പൊട്ടൻഷ്യൽ ഈസ് റിയലൈസ്ഡ്. അതായത് പാരമ്പര്യം നൽകിയ ആ ശേഷി എത്രമാത്രം ഡെവലപ്മെൻറ്റ് ചെയ്യും എന്ന് നിശ്ചയിക്കുന്നതാരാണ്, എൻവോയ്മെൻ്റ് ആണ്. ഓക്കെ. ഇനി ഇൻ്റലിജൻസ് ആൻഡ് എബിലിറ്റീസ് ഡിപ്പെൻഡ് ഓൺ ബോത്ത് ഹെറിഡിറ്റി ആൻഡ് എൻവോയ്മെൻറ്റ്. അല്ലേ, നമ്മളെ ബുദ്ധിശേഷിയും കഴിവുകളും അത് പാരമ്പര്യമായിരിക്കും, എന്നാൽ അത് പരിസ്ഥിതി, തൻ്റെ എൻവോയ്മെൻറ്റും ചേർന്നാണ് എന്ത് ചെയ്യുന്നത്, അത് നിശ്ചയിക്കുന്നത്. എൻവോയ്മെൻറ്റ് ഷേപ്പ് ബിഹേവിയർ, പേഴ്സണാലിറ്റി ആൻഡ് സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ്. എൻവോയ്മെൻറ്റ് ഒരു വ്യക്തിയെ, ഒരു അഡോൾസൻസിനെ എന്ത് ചെയ്യുന്നു, അവൻ്റെ പെരുമാറ്റവും അവൻ്റെ വ്യക്തിത്വവും അവൻ്റെ സാമൂഹിക അഡ്ജസ്റ്റ്മെൻറ്റും ഒക്കെ എന്ത് ചെയ്യുന്നു, അത് പരിസ്ഥിതിയെ സ്വാധീനിച്ചിട്ടാണ്. അല്ലേ, അപ്പോൾ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ എന്ത് ചെയ്യണം, ആ സാഹചര്യം ഇല്ലാതാക്കണം എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ. ഹെൽത്തി എൻവോയ്മെൻറ്റ് പ്രൊമോട്ട്സ് ബാലൻസ്ഡ് ആൻഡ് ഒപ്റ്റിമം ഡെവലപ്മെൻറ്റ്. ആരോഗ്യമായ ഈ ഒരു എൻവോയ്മെൻറ്റൽ ഇത് പരമാവധി ആയ വികസനത്തിന് എന്ത് ചെയ്യും, ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്നുണ്ട്. ഇനി ഡെവലപ്മെൻറ്റൽ നീഡ്സ് എന്തൊക്കെയാണ്, ഫിസിക്കൽ നീഡ്സ്.
ശാരീരിക ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് പോഷണം, ആരോഗ്യ പരിചരണം, വിശ്രമം എന്നുള്ളത്. നോക്കുക, എഡ്യൂക്കേറ്റ് ആൻഡ് ബാലൻസ്ഡ് ന്യൂട്രീഷൻ ഫോർ പ്രോപ്പർ ഗ്രോത്ത്. ശരിയായ വളർച്ചയ്ക്കായതും മതിയായതും സമുചിതമായിട്ടുള്ള പോഷണം ഇവൻക്ക് എന്ത് ചെയ്യണം? ലഭിക്കണം. ഇനിയോ പ്രോപ്പർ ഹെൽത്ത് കെയർ ആൻഡ് മെഡിക്കൽ ഫെസിലിറ്റീസ്. മലയാളം വായിക്കേണ്ട ആവശ്യമില്ല. സഫിഷ്യൻറ്റ് റെസ്റ്റ് ആൻഡ് സ്ലീപ്പ് ഫോർ ബോഡി റിപ്പയർ. അതുപോലെ തന്നെ റെഗുലർ ഫിസിക്കൽ എക്സസൈസ് ആൻഡ് ആക്ടിവിറ്റി. ഓക്കെ. ക്ലീൻ എൻവോയ്മെൻറ്റ് ആൻഡ് പേഴ്സണൽ ഹൈജീനി. ശുദ്ധമായ ഒരു എൻവോയ്മെൻറ്റും തൻ്റെ പേഴ്സണൽ ഹൈജീനി, ശുചിത്വം എന്ത് ചെയ്യണം? അവന് കാത്തു സൂക്ഷിക്കണം. ഓക്കെ. അടുത്ത ഇമോഷണൽ നീഡ്സ് എന്തൊക്കെയാണ്? ഇമോഷണൽ നീഡ്സ് ലവ് ആൻഡ് അഫെക്ഷൻ ഫോർ ഇമോഷണൽ സെക്യൂരിറ്റി. അതുപോലെ തന്നെ സെൻസ് ഓഫ് സേഫ്റ്റി ആൻഡ് പ്രൊട്ടക്ഷൻ. സുരക്ഷിതത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും അനുഭൂതി അവനക്ക് എന്ത് ചെയ്യണം? സെൻസ് അവനക്ക് ഉണ്ടാകണം. ഇനി അക്സെപ്റ്റൻസ് ബൈ പാരൻസ്, ടീച്ചേഴ്സ് ആൻഡ് പിയേഴ്സ്. മാതാപിതാക്കളും അധ്യാപകരും കൂട്ടുകാരും നൽകുന്ന അംഗീകാരം അവർക്ക് കിട്ടാം. ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്രസ് ഫീലിങ്സ് ഫ്രീലി. വികാരങ്ങൾ, തൻ്റെ ഇമോഷൻസൊക്കെ ഫീലിങ്സൊക്കെ സ്വതന്ത്രമായി പ്രകടിപ്പിക്കാനുള്ള അവസരം ഉണ്ടാവണം. ഓക്കെ. ഇമോഷണൽ നീഡ്സ്, മാനസിക ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? അതിനെ നമ്മൾ പറഞ്ഞുകൊണ്ട് ഇമോഷണൽ സപ്പോർട്ട് ഡ്യൂറിങ് സ്ട്രെസ് ആൻഡ് കൺഫ്യൂഷൻ. അവന് സ്ട്രെസ്സും അതുപോലെ തന്നെ കൺഫ്യൂഷനും ഒക്കെ ഉണ്ടാകുമ്പോൾ മാനസികമായ പിന്തുണ നൽകേണ്ടതുണ്ട്. അടുത്ത സോഷ്യൽ നീഡ്സ്, സാമൂഹിക ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? നീഡ് ഫോർ കമ്പാനിയൻഷിപ്പ് ആൻഡ് ഗ്രൂപ്പ് ബിലോങ്ങിങ്. അല്ലേ, ഒരു കൂട്ടായ്മയും സംഘത്തിൽ പെട്ടിരിക്കണമെന്നുള്ള ഒരു ആവശ്യം അവർക്ക് ഉണ്ടാകും, ആ ഒരു ടീനേജുകാരന് ഉണ്ടാകും. ഓപ്പർച്യൂണിറ്റി ഫോർ കോപ്പറേഷൻ ആൻഡ് ടീം വർക്ക്. സഹകരണത്തിനും കൂട്ടായ പ്രവർത്തനങ്ങൾക്കും അവസരം അവർക്ക് ഉണ്ടാകണം. അപ്പോൾ നമ്മൾ ഹൈസ്കൂളുകളിലൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. സോഷ്യൽ അക്സെപ്റ്റൻസ് ആൻഡ് റെക്കഗ്നേഷൻ ബൈ പിയേഴ്സ്. കൂട്ടുകാരിൽ നിന്നുള്ള സാമൂഹിക അംഗീകാരവും ഉണ്ടാവണം അവർക്ക്. ഓക്കെ. ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യൽ സ്കിൽസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. സാമൂഹിക കഴിവുകളും ആശയവിനിമയ ശേഷിയും അവൻ എന്ത് ചെയ്യണം? വികസിപ്പിക്കാൻ, ഡെവലപ്പ് ചെയ്യാൻ കഴിയണം. ഓക്കെ. പാർട്ടിസിപ്പേഷൻ ഇൻ സോഷ്യൽ ആൻഡ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്. സാമൂഹികവും സംഘപരവുമായിട്ടുള്ള ഗ്രൂപ്പ് ആക്ടിവിറ്റി പ്രവർത്തനങ്ങളുടെ പങ്കാളിത്തം അവനക്ക് എന്ത് ചെയ്യണം? ഉണ്ടാകണം. ഓക്കെ. അടുത്തത് ഇൻ്റലക്ച്വൽ നീഡ്സാണ്. നമുക്ക് അടുത്ത് പറയാനുള്ളത് ബുദ്ധിപരമായിട്ടുള്ള ആവശ്യങ്ങൾ. ഓപ്പർച്യൂണിറ്റി ഫോർ ലേണിംഗ് ആൻഡ് അക്വയറിങ് നോളജ്. പഠനത്തിനും അറിവ് നേടുന്നതിനുള്ള അവസരം എന്ത് ചെയ്യണം? അവനക്ക് ഉണ്ടാവണം. ഡെവലപ്മെൻറ്റ് ഓഫ് തിങ്കിങ് ആൻഡ് റീസണിങ് എബിലിറ്റീസ്. ചിന്താശേഷിയും അതുപോലെ തന്നെ റീസണിങ് കഴിവുകളും അവനക്ക് എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്യാൻ കഴിയണം. ട്രെയിനിങ് ഇൻ പ്രോബ്ലം സോൾവിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ. അവന് പ്രശ്നപരിഹാരവും തീരുമാനമെടുക്കൽ അതൊക്കെ എന്ത് ചെയ്യണം? അവനുണ്ടാവണം. എൻകറേജ്മെൻറ്റ് ഓഫ് ക്യൂരിയോസിറ്റി ആൻഡ് ക്രിയേറ്റിവിറ്റി. കൗതുകപരവും സൃഷ്ടിപരവുമായ ചിന്തയെ പ്രോത്സാഹിപ്പിക്കാൻ എന്ത് ചെയ്യണം? അവനക്ക് കഴിയണം. ഒരിക്കൽ കൂടി പറയട്ടെ, ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി വീഡിയോസ് നിങ്ങൾക്ക് അങ്ങനെയെങ്കിൽ ലഭിക്കും. ഓക്കെ. എക്സ്പോസ് ടു ന്യൂ ഐഡിയാസ് ആൻഡ് എക്സ്പീരിയൻസ്. പുതിയ ആശയങ്ങളും അതുപോലെ തന്നെ അനുഭവങ്ങളും അവനെന്ത് ചെയ്യണം? പരിചയം നൽകണം. ഓക്കെ. അടുത്ത ഒരു ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ വിശദീകരിക്കും. അതുകൊണ്ട് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.